ഈ സമയത്തൊരു സ്ഥാനാർത്ഥി എന്താണോ ജനങ്ങളോട് പറയേണ്ടത് അത് വളരെ മനോഹരമായി നമ്മുടെ ഷാജി സാഹിബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. താൻ നിങ്ങളുടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്താൽ തന്റെ സ്വപ്നങ്ങൾ എന്താണ് എന്നും അദ്ദേഹം മനോഹരമായി വരച്ച് കാണിച്ചിരിക്കുന്നു. ഇനി ഇവിടെ ഒരു പ്രസംഗത്തിന്റെയും ആവശ്യമില്ല. വേങ്ങരയ്ക്ക് എന്തൊക്കെയോ കുറവുകൾ ഉണ്ടെന്ന് ഇന്നലെ എതിർച്ചേരിയിൽ നിന്നൊരു വർത്തമാനം കേട്ടു. ഗതാഗത കുരുക്കാണ്, ബാത്റൂം പോലും ഇല്ല, ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ എതിർച്ചേരിയിൽ നിന്ന് കേട്ടു. സ്വന്തം മന്ത്രിമാരുടെ ഓഫീസിന്റെ അലമാര ഒന്ന് നന്നായിട്ട് പോയി തപ്പി നോക്കിയാൽ മതി, ഈ ഗതാഗതക്കുരുക്ക് തീർക്കാനുള്ള ഫയൽ അതിൻ്റെ അകത്തുനിന്ന് കിട്ടും. 10 കൊല്ലമായിട്ട് ഇതിനു വേണ്ടിയിട്ട് കയറി ഇറങ്ങുകയാണ്. 5 വർഷമായി, 15 കൊല്ലമായി വേങ്ങര മണ്ഡലം വന്നിട്ട് 5 വർഷമാണ് നമ്മുടെ കയ്യിൽ ഭരണമുണ്ടായിരുന്നത്. ഒരു ടേമും കൂടി നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ വേങ്ങരയുടെ മുഖം ഇതല്ല. അപ്പോൾ ഈ കോലത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോയത് 10 കൊല്ലത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണമാണ്. ഇവിടെ പറഞ്ഞത് കടലുണ്ടി പുഴക്ക് സ്ലാബ് ഇട്ടൂടെ എന്നാ പറഞ്ഞിരുന്നത്. കാരണം 7 പാലമാണ് 5 കൊല്ലത്തെ UDF ഭരണം കടലുണ്ടി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചത്. 2 പാലത്തിലേറെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും നിർമ്മിച്ചിട്ടില്ല. മലപ്പുറം പാല ബജറ്റ് എന്ന് പറഞ്ഞാണ് കളിയാക്കിയത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ആ വികസന പ്രവർത്തനങ്ങളൊക്കെ വന്നപ്പോഴും ആ വികസന പ്രവർത്തനങ്ങളെ ചെറുതാക്കി കാണിക്കാൻ ശ്രമിച്ചവർ, പരിഹസിച്ചവർ ഇന്നലെ ഗതാഗത കുരുക്കാണ് എന്ന് പറയുകയാണ്. ഞാൻ തീർത്തും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഷാജി സാഹിബ് അത് വളരെ മനോഹരമായിട്ട് നിങ്ങളോട് പറഞ്ഞു വെക്കുകയുണ്ടായി. അദ്ദേഹം തന്നെ കരുതി പോവും, നമുക്ക് ബൂത്തിലിരിക്കാൻ പോലും ആളെ കിട്ടാത്ത സ്ഥലത്തു നിന്നാണ് അദ്ദേഹം വരുന്നത്, രാഷ്ട്രീയം പറയാമെന്ന് വിചാരിച്ചു കാണും. വന്നപ്പോ ആ മൂലക്കൽ ഒരു പാർക്ക് ഉണ്ട് എന്നാ നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള ഒരു പോരാട്ടമായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം. വേങ്ങരയിൽ എനിക്കും സംരംഭം തുടങ്ങാം, നിങ്ങൾക്കും സംരംഭം തുടങ്ങാം, നമുക്ക് എന്ത് ഏർപ്പാടും തുടങ്ങാം, ബിസിനസ് തുടങ്ങാം. ഒരാൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി, നല്ല ലാഭം ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലൊരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സംരംഭം തുടങ്ങാം. പക്ഷേ നമ്മുടെ വോട്ട് വളരെ നിർണായകമാണ്. ആ വോട്ട് കരുതി ആലോചിച്ച് കരുതലോടുകൂടി നമ്മൾ ചെയ്യേണ്ടതാണ്. കൂടുതലൊന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല. ശബ്ദം കേട്ടാൽ, ഞാൻ തീർത്തു പറയുന്നു, ശബ്ദം കേട്ടാൽ മലയാളി തിരിച്ചറിയുന്ന ചെറുപ്പത്തിന്റെ പേരാണ് KM ഷാജി എന്ന് പറയുന്നത്. ഇവിടെ ഒരു വാക്ക് ഞാൻ കേട്ടു, സോഷ്യൽ മീഡിയയിൽ കേട്ടതാണ്, നാട്ടുകാരനല്ല എന്ന്. പക്ഷെ എനിക്ക് അഭിമാനത്തോടു കൂടി ഒരു കാര്യം പറയാൻ കഴിയും, അപ്പുറത്തെ സ്ഥാനാർത്ഥിയെ വേങ്ങരക്കാർ കേൾക്കാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് വേങ്ങരക്കാർ കേട്ട പേരാണ് KM ഷാജി. അതിന്റെ കാരണം, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വേങ്ങരക്കാർ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ പോരാട്ടമായിരുന്നു, ശബ്ദം പോരാട്ടമായിരുന്നു. വർഗീയവാദി എന്നാണ് വിളിക്കുന്നത്. 2 ഗവൺമെന്റ്മാർ നിൽക്കുന്നുണ്ട് ഇവിടെ, ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ല. പോലീസ് പ്രൊട്ടക്ഷനാണ്. എന്തിനാണെന്നറിയോ? സെക്കുലറിസം പറഞ്ഞതിന്, മതേതരത്വം പറഞ്ഞതിന്, തീവ്രവാദത്തിനെതിരായിട്ട് ശബ്ദിച്ചതിന് ഗവൺമെന്റ് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ല. ഇവിടെ ഉണ്ടവർ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും, അവരാ കൊണ്ടുപോണത് കാറിൽ. എന്നിട്ട് വർഗീയവാദി എന്ന് വിളിക്കുന്നു. ഞാൻ പറയുന്നത്, വേങ്ങരയിലെ ജനങ്ങൾ ഉത്ബുദ്ധരാണ്. കയ്യിലുള്ള സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് നല്ല നിശ്ചയമുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ കൊടുത്ത ഭൂമിയിൽ, സൗജന്യമായി കൊടുത്ത ഭൂമിയിൽ സർക്കാർ ഓഫീസ് ഉണ്ടായത്. അവർ സൗജന്യമായി കൊടുത്ത ഭൂമിയിൽ ആശുപത്രി ഉണ്ടായത്. അവർ സൗജന്യമായി കൊടുത്ത ഭൂമിയിലൂടെ സ്റ്റേറ്റ് ഹൈവേ പോയത്. ഞാൻ മിനിയാന്ന് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയപ്പോൾ ഫോണിലേക്ക് വരുന്ന മെസ്സേജുകളുടെ കണക്കെടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ കൊടുത്ത ഏക്കർ കണക്കിന് ഭൂമികൾ വേങ്ങര മണ്ഡലത്തിൽ ഒരുപാടുണ്ട്. അവർ പാർക്കുണ്ടാക്കുകയല്ല ചെയ്തത്, തന്റെ അനന്തരാവകാശികൾക്ക് നാളെ ഉപയോഗിക്കേണ്ട സമ്പത്ത്
സർക്കാരിന് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. അവിടെയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു മാതൃകയും ചെറുപ്പക്കാർ അറിയേണ്ടതാണ്. അങ്ങനത്തെ ഒരു മാതൃകയും ഈ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു സംശയവും ആർക്കും വേണ്ട. ആശുപത്രി ഉണ്ടാക്കി, സർക്കാർ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ഇതൊക്കെ കണ്ണായ സ്ഥലത്താണ്. കണ്ണായ സ്ഥലത്ത് കുന്നുംപുറത്ത് പോയിട്ടുണ്ടോ? അവിടുത്തെ ആശുപത്രി കണ്ടിട്ടുണ്ടോ? ഏക്കർ കണക്കിന് ഭൂമി നിൽക്കുന്ന ആശുപത്രി ഒരാള് വെറുതെ കൊടുത്തതാണ്. നല്ല പാർക്കിനും ഗ്രൗണ്ടിനും പറ്റിയ സ്ഥലമാണ് ഞാൻ നോക്കിയപ്പോ. പക്ഷെ ആശുപത്രിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയാം, നയം പറയാം, ആദർശം പറയാം, നിലപാട് പറയാം. ഭയങ്കര പ്രബുദ്ധമായ ഒരു നാടാണ്, പ്രബുദ്ധമായ ഒരു സ്ഥലമാണ്. ആ പ്രബുദ്ധതക്ക് കോട്ടം തട്ടാൻ പാടില്ല. ഈ ഞാൻ പറയുന്നത് യൂട്യൂബിലൊക്കെ റീച്ചുള്ള കുട്ടികളൊക്കെ പിടിക്കുകയാണ്. എന്നിട്ട് ഇപ്പം ഇവർ പറഞ്ഞു കൊടുക്കുന്നത് പറയിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര പ്രചരണങ്ങൾ നടത്തിയാലും കള്ളം പറഞ്ഞാലും അത് തിരിച്ചറിയാനുള്ള ശേഷി വേങ്ങരയിലെ ജനങ്ങൾക്കുണ്ടെന്ന് അവർ തെളിയിക്കും. ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരുന്നു. ഷാജി സാഹിബായിട്ട് ഞങ്ങളൊക്കെ നിരന്തരം സംസാരിക്കാറുണ്ട്. പുതിയ വേങ്ങര അവിടെ കാണാം. പിന്നെ ഞങ്ങൾക്ക് ചിലതൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. ഈ സ്ഥാനാർത്ഥിയുടെ കൂടെ ഇടതുപക്ഷവും അവരുടെ ഘടകകക്ഷികളുമല്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് CPM വ്യക്തമാക്കണം. CPMന് അത് പറയാൻ മടിയാണെങ്കിൽ അല്പസ്വല്പം ഉസുരും പുളിയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന CPI എങ്കിലും അത് പറയണം. നിങ്ങൾ രണ്ടാളും പറയണില്ലെങ്കിൽ 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ എന്നെ പറയും. അതുകൊണ്ട് ആരൊക്കെ കൂടെ ഉണ്ടെന്ന് വ്യക്തമാക്കണം. ഞങ്ങൾക്ക് നേരെ വർഗീയത പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ടുണ്ടാക്കാൻ നോക്കുന്നവരോട് ഒരു വാക്ക് ഞാൻ പറയുന്നു, അത് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. അതുകൊണ്ട് കേരളം അത് കേൾക്കാൻ കാത്തിരിക്കുന്നുണ്ട്. അത്രമാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. എല്ലാവർക്കും ഈ കൺവെൻഷൻ നിങ്ങൾ കണ്ടതാണ്. ഞാൻ അവിടെ ഇരുന്നപ്പോ എൻ്റെ അടുത്ത് ഇരുന്നിരുന്ന ആലിപ്പു സാഹിബിനോട് പറഞ്ഞു, വേങ്ങരയിലെ പ്രമാണിമാര് നിറഞ്ഞിരുന്ന സദസ്സാണിത്, അവർ എണീറ്റ് പോയ സദസ്സാണിത്. ഓരോ വ്യക്തിയും ഒരു പ്രസ്ഥാനമാണ് ഈ വന്നിരുന്നിരുന്നവരൊക്കെ. പള്ളി കമ്മിറ്റിയും മഹല്ല് കമ്മിറ്റിയും മദ്രസ കമ്മിറ്റിയും സ്കൂളും ക്ഷേത്ര കമ്മിറ്റിയും അതുപോലെ തന്നെ നാട്ടിലെ പൊതുകാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന മനുഷ്യരാണ് ഇവിടേക്ക് ഈ ഒഴുകി വന്നത്. അവർക്ക് ഈ നാടിന്റെ ആഗ്രഹം എന്തെന്നറിയാം. അവർ നിറഞ്ഞ ഒരു ഗംഭീരമായ ഒരു സമ്മേളനം തന്നെയാണ് ഈ കൺവെൻഷനിലൂടെ നമ്മൾ നടത്തിയത്. അവിടേക്ക് വന്ന നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ജയ് UDF.